അതിലൊരു പ്രധാന പങ്കാ ഞാൻ സാറിനെ ഏൽപ്പിക്കുന്നത്. വാശാരിയെ ചെല്ല്. പോയിട്ട് വാടി. പോയിട്ടോ. എനിക്ക് അർജുനേട്ടനെ ഒന്ന് അർജന്റായിട്ട് കാണണമായിരുന്നു. എന്താ പ്രീതി, എന്താ പ്രശ്നം? അതിന്റെ തികട്ടിൽ എന്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല ശാലിനി. എന്റെ കുഞ്ഞിനെന്തെങ്കിലും സംഭവിച്ച എന്ത് സമാധാനം പറയും ഞാൻ അർജുനേട്ടനോട്? എങ്ങനെ ഫേസ് ചെയ്യും ഞാൻ അർജുനേട്ടനെ? ഞങ്ങളുടെ ആദ്യത്തെ കുഞ്ഞിന്റെ കാര്യം അറിയാലോ ശാലിനിക്ക്. അതിന്റെ കുറ്റബോധത്തിൽ നേറിയ അർജുനേട്ടൻ ജീവിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോ ഈ കുഞ്ഞ് ജനിക്കാൻ പോകുന്നെന്ന് അറിഞ്ഞപ്പോഴാ അല്പമെങ്കിലും സമാധാനമായത്. ഈ കുഞ്ഞിന് കൂടി എന്തെങ്കിലും സംഭവിച്ച അതും എന്റെ കൈപ്പിഴ കൊണ്ട്. പ്രീതി നോക്ക്, ഞാൻ പറഞ്ഞതൊന്നും മനസ്സിലായില്ലേ? മനസ്സിലായി ശാലിനി. പക്ഷെ എനിക്ക് അർജുനേട്ടനെ ഒന്ന് കാണണം, മനസ്സ് തുറന്നൊന്ന് സംസാരിക്കണം. എന്റെ മനസ്സിലെ ഭാരം ഇറക്കി വെക്കാലോ. എനിക്ക് മനസ്സിലായി. അയ്യോ, എത്രയാടാ? ഒരു 1,00,000 രൂപ. 1,00,000 രൂപയോ? നീ എന്താടാ ഈ പറയുന്നേ? എന്റെ അമ്മ തോക്കി കയറി വെടിവെക്കാതിരി, അത് തിരിച്ചു പിടിക്കാനുള്ള വഴിയാ ഞാൻ ഈ നോക്കുന്നത്. നീ മനസ്സിലാവുന്ന ഭാഷ പറ. അമ്മയ്ക്കറിയാലോ, ഇവരുടെ കുടുംബശ്രീ ഹോട്ടലിൽ നിന്നായിരുന്നു ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു അടുപ്പം വളർന്ന് വന്നപ്പോഴാ ഈ ശാരീരികമായിട്ടൊരു ഇഷ്ടത്തിലായത്. അതിനിടയിൽ എനിക്കൊരു അബദ്ധം പറ്റി. അയ്യോ, എന്താടാ? അമ്മ വിചാരിക്കുന്നൊന്നും അല്ല, വെറുതെ ഹാർട്ട് ബീറ്റ് കൂട്ടണ്ട. ഇവരുടെ കുടുംബശ്രീ ഹോട്ടലിൽ ചില ഗുണ്ടകൾ ചേർന്ന് തല്ലിപ്പൊളിച്ച കാര്യം ഞാൻ അമ്മയോട് പറഞ്ഞ ഓർമ്മയുണ്ടോ? ഉണ്ട്. ആ, ഹോട്ടലിൽ പുതുക്കി പണിയാൻ വേണ്ടിയല്ലേ പിന്നെ ഭക്ഷ്യമേളയൊക്കെ നടത്തിയത്? അത് തന്നെ. ആ ഭക്ഷ്യമേള നടത്താൻ വേണ്ടിയിട്ട് മുടക്കിയ 1,00,000 രൂപ എവിടുന്നാണെന്ന് അമ്മയുടെ വിചാരം? എവിടുന്നാ? എന്റെ പോക്കറ്റിൽ നിന്ന്. നിന്റെ പോക്കറ്റിന്നോ? ശാരിക എടുത്തൊരു ഇഷ്ടം ഉണ്ടായതുകൊണ്ട് അന്നത് മുടക്കാൻ എനിക്കൊരു മടി ഉണ്ടായിരുന്നില്ല. പക്ഷേ കല്യാണം നടക്കില്ല എന്ന് ഉറപ്പായ സ്ഥിതിക്ക് ആ പണം എനിക്ക് നഷ്ടമായെന്ന് മനസ്സിലായി. ശാരദാമ്മയാണെങ്കിലോ അത് സൗകര്യപൂർവ്വം അങ്ങ് മറക്കുകയും ചെയ്തു. എന്നാലും നമുക്ക് നമ്മുടെ പണമൊക്കെ പോട്ടെ നോക്കാൻ പറ്റത്തില്ലല്ലോ. അതെ അതെ. അതുകൊണ്ട് എന്റെ ബുദ്ധിയിൽ ഉദിച്ചൊരു മാർഗമാണിത്. ഇവളെ അമ്മയുടെ ഹോം നേഴ്സാക്കി നിർത്തിയ ആ പണം നമുക്ക് ലാഭിക്കാം. അതെത്ര കാലം കൊണ്ടാടാ? മാസം 10,000-2,000 കൊടുത്താ പോരെ ഒരു ഹോം നേഴ്സിന്? അതിന് എവിടെ തന്നെ വേണമെന്നുണ്ടോ? അമ്മാവനിത് ഏത് യുഗത്തിലേ ജീവിക്കുന്നത്? മാസം 30,000 രൂപയാ ഒരു ഹോം നേഴ്സിന്റെ ബേസിക് സാലറി. 30,000? അത് മാത്രമല്ല, ഹോം നേഴ്സിംഗ് സ്ഥാപനത്തിൽ നിന്ന് വരുന്നവരാണെങ്കിൽ പേഷ്യന്റിന്റെ കാര്യങ്ങൾ മാത്രമേ അവർ നോക്കത്തുള്ളൂ. അവർക്കുള്ള ഭക്ഷണം കൂടെ നമ്മൾ വെച്ചു കൊടുക്കണം. അത് മാത്രമല്ല, അവർക്കുള്ള സൗകര്യങ്ങൾ ഉറപ്പാക്കുന്ന കാര്യങ്ങൾ എഴുതിയ എഗ്രിമെന്റ് ഒപ്പിട്ട് നമ്മൾ കൊടുക്കാൻ വേണം. അതിലൊന്ന് തെറ്റിയാലേ അവരങ്ങ് പോവും.
നമ്മുടെ കാശും പോവും. ഈ ഹോട്ടൽ ജോലികളൊക്കെ ചെയ്യുന്നതുകൊണ്ട് ശാരി അത്യാവശ്യം അടുക്കളപ്പണിയിലൊക്കെ സഹായിക്കും. ഇതെല്ലാം മനസ്സിൽ കണ്ട ഞാൻ ശാരികയെ കൂട്ടിക്കൊണ്ട് വന്നത്. എന്നാലും ആ, നിങ്ങൾക്ക് സമ്മതമല്ലെങ്കിൽ വേണ്ട. ശാരിക ഇപ്പൊ തന്നെ പറഞ്ഞു വിട്ടേക്കാം. ശാരദാമ്മയ്ക്ക് വലിയ മനസ്സൊന്നും ഇല്ലായിരുന്നു ശാരിക എൻ്റെ ഒപ്പം പറഞ്ഞയക്കാൻ. ഹോട്ടലിൽ വേറെ ആളെ ജോലിക്ക് വെക്കണമല്ലോ. ശാരിക തിരിച്ചില്ലെന്ന് തന്നെ ശാരദാമ്മയ്ക്ക് സന്തോഷം. പക്ഷേ അതിനൊപ്പം നമ്മൾ ആ 1 ലക്ഷം രൂപയുടെ കാര്യം അങ്ങ് മറന്നേക്കണം. 4 ഗുളിക എടുത്ത് തന്നിട്ടേ കസേരയില് കാല് നീട്ടിയിരുന്ന് TV കാണാനൊന്നും പറ്റില്ല. മനസ്സിലായോ? മനസ്സിലായി. ആ, ശമ്പളത്തിന്റെ കാര്യം കൂടെ അങ്ങ് പറഞ്ഞേക്ക് കൃഷ്ണോട് ചേട്ടാ. ഭാരിച്ച തുകയൊന്നും തരാൻ ഇവിടെ ഇല്ല. പിന്നെ ഒരു 10,000 15,000 അല്ല 5,000 രൂപ മാസം തരും. സമ്മതമാണോ? സമ്മതമാണ്. ആ കാശേ നിന്റെ കൈ തരില്ല. നിന്റെ അമ്മ രാജീവിന് കൊടുക്കാനുള്ള 1 ലക്ഷത്തിന്ന് കുറയ്ക്കേ ഉള്ളൂ. പറഞ്ഞ കേട്ടില്ലേടി? ആ, പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താന്ന് വെച്ചാ, നീ ഞങ്ങളുമായിട്ട് യാതൊരു മുൻപരിചയവും ഇല്ല, പ്രത്യേകിച്ച് രാജീവുമായിട്ട്. പഴയതൊന്നും മനസ്സിൽ വെച്ചോണ്ടിരിക്കണ്ട. നീ ഇവിടുത്തെ ജോലിക്കാരി മാത്ര. മനസ്സിലായോ? മനസ്സിലായി. ആ, അടുക്കളയിലേക്ക് ചെന്ന് കൈയോടെ പണി തുടങ്ങിക്കോ. അടുക്കളയിൽ ഒരു പെണ്ണിന്റെ പെരുമാറ്റം ഇല്ലാത്തതുകൊണ്ട് അവിടെ ആകെ അലങ്കോലപ്പെട്ട് കിടക്കുക. ചെല്ലടി അങ്ങോട്ട്. പക്ഷേ ഞാൻ ഏറ്റവും മാനസിക സംഘർഷങ്ങൾ അനുഭവിച്ച കുറച്ച് മാസങ്ങൾ അതൊക്കെ പോട്ടെ ശാലിനി. നീ ഇപ്പം ചെന്ന് കയറിയിരിക്കുന്നത് സത്യാമ്മയുടെ വീട്ടിലാ. അവിടെ എനിക്ക് പ്രവേശനമില്ല. ദേ കണ്ടില്ലേ, ഇവളുടെ കാര്യത്തിൽ പോലും എനിക്ക് ഇടപെടാൻ സാധിക്കുന്നില്ല. നീ അവിടെ ഉണ്ടെന്നുള്ളത് മാത്രമാ എന്റെ ഏക ധൈര്യം. പ്രീതിക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല അർജുനേട്ടാ. ശാലിനിയുടെ ജീവൻ കൊടുത്തിട്ടായാലും അർജുനേട്ടന്റെയും പ്രീതിയുടെയും കുഞ്ഞിനെ ഞാൻ സംരക്ഷിക്കും. ഇതെന്റെ വാക്കാ. സത്യം. താങ്ക്സ് ശാലിനി. എന്നാ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പോണം. അവിടെ ഹൈക്കമാൻഡ് അന്വേഷിക്കുന്നുണ്ടാവും. പോയോ അർജുനേട്ടാ? പോ. ശരി എന്നാ. ആ മോളെ,
രാജീവ് സാറിന്റെ വിവരം എന്തെങ്കിലും ഉണ്ടോ അമ്മേ? അത് പറയാനാ ഞാൻ വിളിച്ചത്. ഒരു വിശേഷമുണ്ട്. രാജീവ് സാർ വന്ന് ശാരിയെ കൂട്ടിക്കൊണ്ടു പോയി. അപ്പൊ സാറ് വീട്ടിലെ വിവരം പറഞ്ഞോ? പറഞ്ഞു എന്നാ എന്നോട് പറഞ്ഞത്. ആ, മകന്റെ മനസ്സ് മനസ്സിലാക്കിയിട്ടുണ്ടാവും വിജയലക്ഷ്മി. ഈശ്വര, നമ്മള് കുറെ പേടിച്ചെങ്കിലും എല്ലാം നന്നായിട്ട് തന്നെ അവസാനിച്ചല്ലോ. വിഷ്ണുമോനെ കുറ്റപ്പെടുത്തിയതും പഴി പറഞ്ഞതും ഒക്കെ ആലോചിച്ച് എനിക്കിപ്പോ കുറ്റബോധം തോന്നുക. അത്രയൊന്നും വേണ്ടായിരുന്നു. വിഷ്ണുമോൻ ഇടപെട്ട് കല്യാണം നടത്തിയത് കൊണ്ടല്ലേ എല്ലാം സന്തോഷമായിട്ട് അവസാനിച്ചത്. ഒരു 100 കോടി പുണ്യം കിട്ടും അമ്മോന്. അത്രയ്ക്കൊന്നും വേണ്ട, കുറച്ചേക്ക്. എന്താടി നീ ഇപ്പോഴും പിണക്കത്തിലാ വിഷ്ണുവിനോട്? പിണക്കൊന്നുമില്ല, എന്നാ വലിയ ഇണക്കവും ഇല്ല. ആ കുട്ടിയോട് നീ ഇങ്ങനെ പിണക്കം കാണിക്കാൻ എന്ത് ന്യായമെന്നാ എനിക്ക് പിടികിട്ടാത്തത്. നിന്നെ അവൻ സ്നേഹിച്ചു, അതൊരു കുറ്റമാണോ? യാദൃശ്ചികമായിരുന്നു നിങ്ങളുടെ കല്യാണമെങ്കിലും നിങ്ങൾ തമ്മിൽ തന്നെയാ ചേരേണ്ടിയിരുന്നതെന്നാ എനിക്ക് തോന്നുന്നത്. ശാരികയുടെ വിവാഹം നടന്നു കിട്ടാൻ വേണ്ടിയായിരുന്നു നീ കല്യാണം കഴിച്ചതെന്നല്ലേ പറഞ്ഞത്. ഇപ്പൊ അവൻ ഉണ്ടാക്കിയ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് അവൻ തന്നെ അവരുടെ കല്യാണവും കഴിപ്പിച്ചില്ലേ? നിന്നെ IAS പഠിപ്പിക്കാന്നും അവൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താ മോളെ പ്രശ്നം? അയ്യോ, അത് വലിയ കുഴപ്പമല്ലോ. ആ ഷടാ, ഇനിയിപ്പോ എവിടെ പോയിട്ട് ഇയാളെ ശാരിയച്ച് കണ്ടെത്തുക? തമാശക്കല്ലേ? കല്യാണം കഴിഞ്ഞ പെണ്ണ് ഭർത്താവിന്റെ വീട്ടിലല്ലേ താമസിക്കണ്ടേ? ആണാ, ഞാനത് ഓർത്തില്ല. ഓ അതെ. ഇനിയിപ്പോ എന്താ പറ്റിയേ? രാജീവ് സാറ് ശാരിക വീട്ടിൽ തിരികെ കൊണ്ടുവന്ന് വെച്ചോ? അതല്ല. അപ്പൊ തിരികെ കൊണ്ട് വിട്ടില്ലേ? ഷടാ, അതെന്ത് പറ്റി? ഞാൻ ഇനി ഒരു കാര്യവും പറയില്ല. മോരട്ടെ. അതെ, എടോ, ഇയാൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് തെളിച്ച് പറ. അത് ഒന്നും പറയാല്ലേ? എന്നുവെച്ചാ ഞാൻ അത് ഞാൻ പോവാ. ഞാൻ പറയാനുണ്ട്. എന്താണാവോ? അത് എന്താച്ചാ പറ. അല്ല, താങ്ക്സ്. ഇതാണാ താങ്ക്സ്. ഇനിയും ഒരു ഉമ്മയെങ്കിലും താടി കുട്ടി പിശാചേ. അങ്ങനെ ഇപ്പം സുഖിക്കണ്ട. ഒളിഞ്ഞു നോക്കാൻ വന്നതാണല്ലേ? എന്നാ നിന്നെ ഒരു സീൻ കാണിച്ചിട്ടേ വിടുന്നുള്ളൂ. അതെ വിഷ്ണുവേട്ടാ. വിഷ്ണു ഏട്ടനോ? എന്താ, എനിക്ക് അങ്ങനെ വിളിച്ചൂടെ? വിളിക്കാം. എന്നാ എന്റെ കണ്ണിലേക്കൊന്ന് നോക്കി. എന്തേലും കാണുന്നുണ്ടോ? ആ, രണ്ടുണ്ട കണ്ണ്. അതല്ല, എന്റെ കണ്ണിലെന്തോ പോയി. പോയ പിന്നെ അത് കിട്ടില്ലല്ലോ. അതല്ല, എന്താന്ന് വെച്ചാ ഒന്ന് എടുത്തു തരണം. ഇതൊക്കെയല്ലേ ഒരു ഭർത്താവിന്റെ കടമ. അല്ലപ്പോ എടുത്തു വരണമെന്ന് വെച്ചാൽ ഞാനെന്താ കണ്ണിലേക്ക് എടുത്ത് ചാടണോ? ഏയ്, അതൊന്നും വേണ്ട. ഇയാളൊന്ന് ഊതി തന്നാ മതി. ശാലിനി അത് പിന്നെ ഞാനൊന്ന് പറഞ്ഞോട്ടെ.
ദേ, ഇതൊരു സാമ്പിൾ വെടിക്കട്ട. ഇനി വീട്ടിലോട്ട് കേറിട്ട് നിന്റെ ഭാമാന്റിയുടെ വക വേറെയുണ്ട്. പിന്നെ പോലീസ് സ്റ്റേഷനിലും ജയിലിലുള്ള സ്വീകരണം. അങ്ങനെ എത്ര അംഗീകാരം നിന്നെ കാത്ത് കിടക്കുന്നേ. ഞാൻ പിന്നെ ഇയാളുടെ കാര്യം, ഇയാള് മിക്കവാറും അവിടെ കിടന്ന് തന്നെ ചാവും. ഇവിടുത്തെ പാമ്പുകൾക്കും മനുഷ്യർക്കൊക്കെ സ്വൈര്യം കിട്ടുമല്ലോ. പൊന്നു കുഞ്ഞെ ചതിക്കരുത്. കുഞ്ഞുകുട്ടി പ്രാരാബ്ദങ്ങളുള്ളതാ. കാശ് മോഹിച്ച് ചെയ്തു പോയതാണ്. കാശ് മോഹിച്ച് ഇയാൾ എന്തും ചെയ്യൂ. ഓ, ഇയാൾക്ക് എത്ര മക്കളുണ്ട്? രണ്ടും പെണ്ണ. അതിലൊന്നിനെ ആരെങ്കിലും ഇതുപോലെ പാമ്പിനെ കൊണ്ട് കൊത്തിച്ചോ കെട്ടി തൂക്കിയോ കൊന്ന ഇയാൾ ക്ഷമിക്കോ? ഓ, അറിവില്ലായ്മ കൊണ്ട് പറ്റിപ്പോയതാ കുഞ്ഞെ, മാപ്പാക്കണം. ഇങ്ങനെയുള്ള അറിവില്ലായ്മകൾ ശരിയാക്കാനാ നമ്മുടെ സർക്കാർ ജയിലുകൾ കെട്ടിയിട്ടിരിക്കുന്നത്. ഉയ്യോ, ഇയാൾ കുറച്ചു കാലം അവിടെ കിടക്ക. അറിവൊക്കെ ഉണ്ടായിട്ട് പുറത്തേക്കൊക്കെ ഇറങ്ങിയാ മതി. അയ്യോ എന്റെ പൊന്നു കുഞ്ഞെ, ക്ഷമിക്കണം കുഞ്ഞെ. ഞാൻ ജയിലിൽ പോയി കഴിഞ്ഞാൽ എന്റെ ഭാര്യയും 2 കുഞ്ഞുങ്ങളും തെരുവിലാവുവേ. എന്നോട് ക്ഷമിക്കണം കുഞ്ഞെ. ഇനി മേലാല് ഞാൻ ഈ പരിപാടിക്ക് നടക്കത്തില്ല കുഞ്ഞെ, മാപ്പാക്കണം കുഞ്ഞെ. ഇയാളെ എഴുന്നേക്ക്. പൊറുക്കണം കുഞ്ഞെ. എന്ന് പ്രായച്ചിത്തം വേണേലും ഞാൻ ചെയ്യാം. ഇയാൾ എന്തും ചെയ്യോ? ഓ, എന്തും. എന്നാ മേലാൽ ഈ പണിക്ക് ഇറങ്ങരുത്. ഇനി ഇയാൾ ഈ തൊഴിൽ തുടരുന്നെന്ന് ഞാൻ അറിഞ്ഞ പിന്നെ പുറം ലോകം കാണില്ല ഇയാള്. അയ്യോ, ഇല്ലില്ല, ഇന്നത്തോടെ ഞാൻ നിർത്തി. ഉറപ്പ്. മാന്യമായി തൊഴിലെടുത്ത് ജീവിച്ചോണം. ജീവൻ കൊടുക്കാൻ കഴിയുന്നവർക്കേ ജീവൻ എടുക്കാനുള്ള അവകാശമുള്ളൂ. മാപ്പർഹിക്കാത്ത കുറ്റം അയാൾ ചെയ്തത്. ഇയാളോട് ഞാൻ ക്ഷമിച്ചു വിടുന്നതേ ആ 2 പെൺകുഞ്ഞുങ്ങളെ ഓർത്ത് മാത്രമാ. അവരെ താനായിട്ട് തന്നെ അനാഥരാക്കരുത്. ഇല്ല കുഞ്ഞെ, ഇനിയില്ല, നിർത്തി. എന്നാ പോ. നന്ദിയുണ്ട് കുഞ്ഞെ, പറക്കില്ല. അയ്യോ എന്റെ കൂടാ. ഇപ്പൊ നിന്റെ മനസ്സിൽ എന്താ തോന്നുന്നത്? ഒന്നും തോന്നില്ല. അതെന്താ ഒന്നും തോന്നാത്തത്? എന്നെ കൊല്ലണോന്ന് തോന്നുന്നില്ലേ? ഇല്ല, സത്യമായിട്ടും ഇല്ല. അതെന്താടി അങ്ങനെ? കുറച്ചു മുമ്പ് വരെ എന്നെ കൊല്ലാൻ പദ്ധതി ആസൂത്രണം ചെയ്തവളല്ലേ നീ? ഇപ്പൊ നീ പെട്ടെന്നങ്ങ് നന്നായോ? ഞാൻ നന്നായി ശാലിനി. നന്നായ നിനക്ക് കൊള്ളാം. സത്യമായിട്ട് ശാലിനി, ഇനി ഞാൻ നിനക്കെതിരെ ഒന്നും ചെയ്യില്ല. നീ അല്ലേ? കോൾ മീ മാം. എന്നെ ഇനി മുതൽ അങ്ങനെയേ സംബോധന ചെയ്യാവൂ. ശാലിനി മാം. മനസ്സിലായോ? മനസ്സിലായി. ഹാ, അപ്പൊ ഒന്ന് വിളിച്ചേ, ഞാൻ കേക്കട്ടെ. വിളിക്ക്. ശാലിനി മാം. ആ വിളിയിൽ ഒരു ആത്മാർത്ഥതയില്ലല്ലോ. അതാ ഞാൻ പറഞ്ഞത്, നിനക്കിതൊന്നും നേരെ ചൊവ്വേ ചെയ്യാനേ പറ്റില്ല. സത്യമേ. അയ്യോ ശാലിനി മാം, പ്ലീസ്, ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെ വിളിച്ചോളാം. ആ വിളി കൊള്ളാം, എനിക്കങ്ങ് സുഖിച്ചു. ഇന്നു മുതല് നീ എന്റെ അടിമയും ഞാൻ നിന്റെ ഉടയോളും. അവിടെ എന്താ പരിപാടി?
അത് മൊബൈൽ എടുക്കാൻ. ഓ, നീ മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോ ഹാളിൽ നീ നായികയായി അഭിനയിച്ച ഷോർട്ട് ഫിലിമിന്റെ പ്രീമിയർ ഷോ നടക്കും. അയ്യോ, ഞാനീ പറഞ്ഞതൊന്നും തമാശയല്ല. നിനക്ക് ചെയ്തു തീർക്കാനുള്ള ജോലികളുടെ പട്ടികയാ. മൊബൈലില് പാട്ട് കേട്ടും മൂവി കണ്ടുമൊക്കെ ഇരുന്നിട്ടെ കൈ കഴുകി ഡൈനിങ് ടേബിളിലേക്ക് വന്നിരിക്കുമ്പോഴേ കിച്ചണില് പൊട്ടിമുളച്ചുണ്ടാവുന്ന വസ്തു ആ ഭക്ഷണമെന്ന് കരുതിയെങ്കിലേ നിനക്ക് തെറ്റി. ഒരുപാട് അധ്വാനവും ക്ലേശവും ഒക്കെ അതിന് പിന്നിലുണ്ട്. നേരം പുലർന്നിട്ട് പാതിരയാകുന്നത് വരെ നിനക്ക് ചെയ്തു തീർക്കാൻ പറ്റാത്തത്ര ജോലികൾ ഇവിടെ കിടപ്പുണ്ട്. പെട്ടെന്ന് ഓരോ ജോലിയും ചെയ്ത് തീർത്താ കുറച്ച് വിശ്രമിക്കാമായിരിക്കും അല്ലേ? അല്ല, ഉടനെ അടുത്ത ജോലി തരാം കേട്ടോ. ശരി, ഇപ്പൊ നീ പോയി നല്ലൊരു ചായ ഇട്ടുകൊണ്ട് വാ. ഓ, നീ എന്താ അവിടെ തേയിലച്ചെടി നട്ട് വിളവെടുത്ത് ചായ ഉണ്ടാക്കുമായിരുന്നോ? അല്ല, എന്റെ എക്സ്പീരിയൻസ് കുറവുണ്ട്. ദേ കപ്പും സോസറും ഉണ്ട്. സോസർ നീ വെച്ചോ, എനിക്ക് കപ്പ് മതി. എന്താ? ആ സോസർ ഇങ്ങ് നീട്ടിയേ. നീട്ട്. ഇതെന്തിനാ? നിനക്ക് കുടിക്കാൻ. ഇതിലോ? ആ, നിന്നെ എനിക്ക് തീരെ വിശ്വാസമില്ല. നീ അത് കുടിച്ചു കഴിഞ്ഞ് ഞാനിത് കുടിക്കാം. ഇതെന്താ സോസറിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നേ? ആ, സോസറിന് ഇത്രയും വൃത്തിയൊക്കെ മതി. കുടിക്കേ, ഞാനൊന്ന് കാണട്ടെ. വാഷിംഗ് പൗഡർ ഇടാതിരുന്നത് എത്ര നന്നായി. മുഴുവനും കുടിക്കേ. ഇനി ഞാൻ എന്താ ചെയ്യണ്ടേ? വീട്ടിലുള്ള ഓരോരുത്തർക്കും എന്തൊക്കെയാ വേണ്ടതെന്ന് പോയി അന്വേഷിക്കണം. ഒരു തവണ ചോദിച്ചാ പോരാ, ഓരോ തവണയും ഇടവിട്ട് ചോദിച്ചുകൊണ്ടേയിരിക്കണം. അമ്മയോ? എന്താടി, എനിക്കിവിടെ വന്നൂടെ? മോളെ. അമ്മ, നീ ഇവിടുത്തെ ഭരണം അങ്ങ് ഏറ്റെടുത്തു അല്ലേ? അല്ല, അമ്മ ഒരു അറിയിപ്പും ഇല്ലാതെ അടുക്കള കാണാൻ വരുന്നത് ഒരു ചടങ്ങല്ലേ? രാജീവ് സാറ് പറഞ്ഞതുപോലെ വിജയലക്ഷ്മിക്ക് വയ്യാത്തതുകൊണ്ട് അതൊരാഘോഷാക്കണ്ടെന്ന് വെച്ചു. എന്നാലും അത്യാവശ്യ പലഹാരങ്ങളൊക്കെ കരുതിയിട്ടുണ്ട് കേട്ടോ. ഈശ്വര, ഞാനിവിടെ ഹോം നേഴ്സായിട്ടാ നിൽക്കുന്നെന്ന് അമ്മയ്ക്ക് അറിഞ്ഞൂടല്ലോ. അമ്മയോട് പറയാതിരിക്കാനും വയ്യ. രാജീവ് സാറിന്റെ ഭാര്യ എന്ന മട്ടിൽ അമ്മ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്ത വിജയാന്റിയും അമ്മാവനും എല്ലാം അറിയും. അതോടെ സർവ്വതും തീർന്നു. എന്താടി നിനക്കൊരു പരിഭ്രമം പോലെ? ഏയ്, ഒന്നുമല്ല അമ്മേ. അമ്മയ്ക്ക് വെറുതെ തോന്നുന്നതാ. ഏതു മുറിയിലാ വിജയലക്ഷ്മി? എടി ശാരികേ, നീ ഇതെവിടെ പോയി ചത്തു കിടക്കുന്നടി?
പിശാചേ! ദേ വരുന്നു. എടി ഇങ്ങോട്ടൊന്ന് വാടി. എല്ലാം നല്ല വൃത്തിയായിരിക്കണം. ചെല്ലടി ഇങ്ങോട്ട്. പോടി. ഞാനുള്ളതുള്ളതുപോലെ പറയും. ശാരദാമ്മയുടെ മകളാണെങ്കിലും നല്ല ഒന്നാന്തരം അനങ്ങക്കള്ളിയ. ദേഹം അനങ്ങി എന്തെങ്കിലും ചെയ്യാനേ വലിയ ബുദ്ധിമുട്ടാ. ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണം ഇന്ന് വൈകിട്ടെങ്കിലും കാലം ആവുമോ ആവോ. ആ ശാരദാമ്മയെ കാണുമ്പോ ഞാനൊരു കാര്യം ചോദിക്കണമെന്ന് വെച്ചിരിക്കുകയായിരുന്നു. രാജീവിന്റെ കയ്യിൽ നിന്ന് നിങ്ങളുടെ ഹോട്ടലിന്റെ അറ്റകുറ്റപ്പണിക്കെന്നും പറഞ്ഞ് 1 ലക്ഷം രൂപ വാങ്ങിച്ചെടുത്തു അല്ലേ? അതുകൊണ്ടല്ലേ നിങ്ങളുടെ മകൾക്ക് ഇവിടെ ഹോം നേഴ്സായിട്ട് വന്ന് നിൽക്കേണ്ടി വന്നത്? നിങ്ങൾക്ക് നാണമില്ലേ ശാരദാമ്മേ, പെൺപിള്ളേരെ മുന്നിൽ നിർത്തി ചെറുക്കന്മാരെ ഇങ്ങനെ പറ്റിക്കാൻ? എന്താ നിങ്ങളുടെ നാവിറങ്ങിപ്പോയോ? അത് അങ്ങനെ പറ്റിപ്പോയി. ഈ കണക്കിന് ആരുടെ എല്ലാം കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചെടുത്തിട്ടുണ്ടാവും. മോളെ, എന്തമ്മേ? അല്ല ഇങ്ങനെ നിന്നാലെങ്ങനെയാ? ഉച്ചത്തേക്ക് എന്തെങ്കിലും കാലമാക്കണ്ടേ? അരി സാധനങ്ങളൊക്കെ എവിടെ ഇരിക്കുന്നു പറ, ഞാൻ സഹായിക്കാം. പറയടി, എവിടെ ഇരിക്കുന്നേ? ഇവിടെ. ആ നമ്മുടെ വീട്ടിൽ എന്ത് ജോലി ചെയ്യുമ്പോഴേ ഒരു കുറച്ചിലായൊന്നും കരുതണ്ട. ഒരു വീടിന്റെ ജീവൻ എന്ന് പറയുന്നത് അടുക്കളയാ. അവിടെ പെണ്ണിന്റെ കൈയും കാലും ഓടുന്ന വേഗത്തിനനുസരിച്ചാ വീടിന്റെ തുടുപ്പ്. എന്ത് പ്രശ്നം ഉണ്ടായാലും അടുക്കളയില് സമരമോ ആർക്കെങ്കിലും അന്നം വിളമ്പാതിരിക്കുകയൊന്നും ചെയ്യരുത്. പച്ചക്കറിയൊക്കെ എവിടെയാ മോളെ ഇരിക്കുന്നേ? ഫ്രിഡ്ജിലുണ്ട്. ആ ഫ്രിഡ്ജിലാ? ആ മോളെ ഇതൊന്ന് മറിച്ചു തന്നെ. അതെ, നിങ്ങക്ക് എന്തെങ്കിലും വേണോ? ഇവക്കെന്താ? കുറച്ചു മുൻപല്ലേ സുസ്മിതേ നീ ഞങ്ങൾക്ക് എന്തെങ്കിലും വേണോന്ന് ചോദിച്ചത്? ഇതെന്താ, നീ ആളെ കളിയാക്കുവാണോ? അയ്യോ അല്ല, ആത്മാർത്ഥമായിട്ട് തന്നെയാ ചോദിച്ചത്. സുസ്മിതേ, ഇതെന്ത് നാടക? നിന്നെ നല്ലതുപോലെ അറിയാം ഞങ്ങൾക്ക്. അയ്യോ നാടകമൊന്നുമല്ല, ശരിക്കും ഞാൻ നന്നായി. നിങ്ങൾ എന്നെ ഒന്ന് വിശ്വസിക്ക. അല്ല, നിനക്കിപ്പോ എന്താ വേണ്ടത്? നിങ്ങൾ എന്തെങ്കിലും ഒരു ജോലി ചെയ്യാൻ പറയേ. അയ്യോ എന്നെ സംശയിക്കല്ലേ, സത്യസന്ധമായിട്ടാ ഞാൻ പറയണേ. നിങ്ങൾക്ക് എന്താ വേണ്ടെന്ന് വെച്ചാ പറയേ, അതുണ്ടാക്കി കൊണ്ടുവരാൻ ഞാൻ. അച്ഛ,
അച്ഛന് കോഫിയും പ്രീതിക്ക് മാംഗോ ജ്യൂസും വേണമെന്നാ പറഞ്ഞത്. പക്ഷെ മാമ്പഴം ഇരിപ്പില്ല. അതൊന്നും എനിക്കറിയണ്ട. പ്രീതി ചോദിച്ചത് എന്താണോ അത് കൊടുത്തിരിക്കണം. ഹ, അതിനിപ്പോ ഞാൻ എന്താ ചെയ്യാ? മാമ്പഴം വാങ്ങിച്ചോണ്ട് വന്നിട്ട് ജ്യൂസ് അടിച്ചു കൊടുക്കണം. ചെയ്യാം. ഒന്ന് നിന്നേ. പുറത്ത് നിന്നേ ജ്യൂസ് വാങ്ങിച്ചോണ്ട് വരണ്ട. മാമ്പഴം വാങ്ങിച്ചോണ്ട് വന്ന് നീ നിന്റെ കൈ കൊണ്ട് ഉണ്ടാക്കി കൊടുക്കണം. ശരി. 15 മിനിറ്റ് അത്രയുള്ളൂ സമയം. 16 മിനിറ്റ് ആയാ അറിയാലോ? ആ, അറിയാം. വേഗം ചെല്ലു. വിട്ടോ. തമ്പുരാട്ടിക്ക് ഇപ്പഴേ എഴുന്നള്ള സമയമായല്ലോ. താറ നല്ല കണ്ണാടി പോലെ തിളങ്ങണം. വെള്ളം കിടക്കുന്നവിടെ ഒന്ന് അമർത്തി തുടക്കടി. ഇട്ടാവട്ടത്തിൽ ഇരുന്ന് കറങ്ങാതെ വൃത്തിയായിട്ടൊന്ന് തുടക്കടി. എടി നന്നായിട്ട് പിടിയടി അങ്ങോട്ട്. എന്താ ആന്റി? സമയം ഇത് കണ്ടില്ലേ? ഗുളിക എടുത്തോണ്ട് വാടി. എങ്ങോട്ടാടി? അല്ല, ഗുളിക പോയി കൈ കഴുകിട്ട് വാടി. അവിടെ ഒരു നിനക്ക് ഈ ചെയ്യുന്നതിലൊന്നും ഒരു ആത്മാർത്ഥതയില്ലല്ലോ സുസ്മിതേ. അയ്യോ, എന്നാര് പറഞ്ഞു? കണ്ടാലറിയില്ലേ? ദേ, എത്ര തുടച്ചാലും അഴുക്ക് ബാക്കി കിടക്കും. നിന്റെ മനസ്സ് പോലെ തന്നെ. ദേ, നിന്റെ സഹോദരൻ വിളിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? നമ്മുടെ അൽസേഷ്യൻ നായ ടോണി. അവന് തീറ്റ കൊടുത്തില്ല. നീ കഴിച്ചോ സുസ്മിത? എന്താടി നീ ഒന്നും മിണ്ടാത്തത്? ദേ, മറക്കണ്ട. ഞാൻ കഴിച്ചതാ. അന്ധഭയം ഒരുക്കണം. ചോദിച്ചാ മറുപടി പറയണം. ശരി. ശരിയല്ല, ശരി മാം. ശരി മാം. അല്ല, എവിടെ ടോണിയുടെ ഭക്ഷണം? ഇതാ.
ഇതിന്റെ എല്ലാം ആണിക്കല്ല് ശാലിനിയാണെന്ന് മനസ്സിലാക്കി തന്നെയാ ഇവളെയും കൂട്ടി ഞാൻ ഇങ്ങോട്ട് തന്നെ വന്നത്. ശാരദയെ കൊണ്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് എനിക്ക് സത്യം പറയിപ്പിക്കണമായിരുന്നു. ഇനി ആന്റി കൂടുതൽ പറയണമെന്നില്ല. ഭൂലോക തട്ടിപ്പുകാരാ ആന്റി ഇവര്. നിങ്ങളും ഞാനും ഒക്കെ ഒരേ രീതിയിൽ തട്ടിപ്പിന് ഇരയായവരാ. വിഷ്ണുവേട്ടൻ താലി കെട്ടാൻ വേണ്ടി ഒരു കല്യാണ മണ്ഡപത്തിൽ കാത്തിരുന്നവളാ ഞാൻ. അന്ന് ഒരു ഉളുപ്പുമില്ലാതെ കല്യാണമാല കഴുത്തിലിട്ട് വിഷ്ണുവേട്ടനൊപ്പം ഇവളെന്റെ മുന്നിൽ വന്ന് നിന്നു. ഒപ്പം ഉണ്ടായിരുന്നു ഈ അമ്മയും മക്കളും എല്ലാം. മോശം വരൂ അവരിൽ ആരെങ്കിലും. ഇനി ഒന്നുകൂടി വളർന്നു വരുന്നുണ്ട്. ഈ നാട്ടിലെ കാശുള്ള ചെറുപ്പക്കാരൊക്കെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. സുസ്മിതേ, പറയുന്നത് എന്താണെന്നുള്ള ബോധ്യത്തോടെ വേണം സംസാരിക്കാൻ. ഞാനാണ് കല്യാണം നടത്തിയത്. നീയോ? അതെ അമ്മ, ഞാൻ തന്നെ. ഭാമേ, അമ്മ അല്ലടാ, അമ്മയല്ലടാ, സത്യഭാമ. നിന്റെ അമ്മയല്ല, നാടിനും വീടിനും വേണ്ടി നീതി നടപ്പിലാക്കുന്ന സത്യഭാമയാ നിന്റെ കവളത്തിപ്പ ഈ സമ്മാനം തന്നത്. ഇപ്പൊ ആന്റിക്ക് മനസ്സിലായില്ലേ? വിഷ്ണുവേട്ടൻ നമ്മുടെ കൈവിട്ട് പോയി. ഇവക്കും കുടുംബത്തിനു വേണ്ടിയാ ഇപ്പൊ ജീവിതം. ഇല്ലെങ്കിൽ ഈ ചായക്കടക്കാരിയുടെ കല്യാണം നടത്തി കൊടുക്കേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ? അതും ഒളിവിലും മറവിലും. ഭാമാന്റിയുടെ വീടിന്റെ ആധാരം എടുത്ത് പണയം വെച്ചതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ഇവര് പറഞ്ഞിട്ട് കാൽച്ചുവട്ടിലെ മണ്ണുകൂടി വിഷ്ണുവേട്ടൻ തോണ്ടിയെടുത്ത് വിറ്റ് കഴിഞ്ഞിട്ടേ ഭാമാന്റി വിവരം അറിയൂ. സുസ്മിത, അമ്മ ചങ്ക് പറിച്ചു കൊടുത്ത് പരസ്പരം സ്നേഹിച്ചവരവര് രണ്ടുപേരും. അങ്ങനെ സ്നേഹിച്ചപ്പോഴേ സ്വർണത്തിന്റെയും പണത്തിന്റെയും കണക്കൊന്നും അവരുടെ മനസ്സിൽ വന്നില്ല. കല്യാണം ഒന്നൊരു ഘട്ടത്തിലേക്ക് വന്നപ്പോ കണക്ക് പറച്ചിലും വീതം വെക്കലൊക്കെ ആയി. കഥയിലെ നായകനും നായികയായിരുന്നിട്ടും മൂകസാക്ഷികളായിട്ട് മാറി നിൽക്കേണ്ടി വന്നു ഇവർക്ക് രണ്ടുപേർക്കും. അങ്ങനെയാണല്ലോ നമ്മുടെ നാട്ടിലെ കല്യാണം മാമാങ്കങ്ങളൊക്കെ. വഴി വക്കിൽ വണ്ടി ഇടിച്ച് കടന്നാ പോലും തിരിഞ്ഞു നോക്കാത്ത കാരണവന്മാര് പോലും വന്ന അഭിപ്രായം പറയും ഓരോ വിവാഹത്തിനും. എന്നിട്ട് അവരുടെ നിയന്ത്രണത്തിലാണ് കാര്യങ്ങള്. ഒരുമിച്ച് ജീവിക്കേണ്ട ആണും പെണ്ണോ നോക്കൂത്തികള്. ഇവരൊക്കെ അഭിപ്രായം പറഞ്ഞു വേണ്ടി വന്ന കല്യാണം വരെ മുടക്കിയിട്ട് അവരങ്ങ് പോവും. പിന്നെയും പരസ്പരം സ്നേഹിച്ചവരുടെ ജീവിതേ ബാക്കിയാ. സ്വപ്നങ്ങളോ അതും പൊട്ടിച്ചിതറി കിടക്കുക. ഇപ്പൊ തൃപ്തിയായോ ഇയാൾക്ക്? എല്ലാം വരുത്തി വെച്ചത് ഇയാൾ ഒറ്റൊരാളാ. ഇനി ഇതും കൂടി ബാക്കിയുണ്ടായിരുന്നുള്ളൂ.
ശാലിനി, ഞാൻ കാരണല്ലേ ശാരികയുടെ കല്യാണ നിശ്ചയം മുടങ്ങിയത്. അവിടെ മുതലല്ലേ എല്ലാ പ്രശ്നങ്ങളുടെയും തുടക്കം. അപ്പോ കല്യാണത്തോടെ എല്ലാ പ്രശ്നങ്ങളും കൂടി തീരുമെന്ന് കരുതി. വാ. വിഷ്ണു, ഇങ്ങ് വാ. സുസ്മിതേ, അതിങ്ങ് എടുത്തോണ്ട് വാ. ദാ 15 ലക്ഷം രൂപയുണ്ട്. ആ വിജയലക്ഷ്മി ചോദിച്ച 30 പവനിലും കൂടുതൽ കിട്ടും ഇതിന്. ഇതവളുടെ മുഖത്തേക്ക് എറിഞ്ഞു കൊടുക്കണം. ഈ പേരും പറഞ്ഞ് ഇനി ആരും ഈ വീട്ടുപടിക്കൽ വന്ന് കുരയ്ക്കാനിടയാവരുത്. കുറ്റം സത്യഭാമ ചെയ്തതല്ലെങ്കിലും എനിക്ക് വേണ്ടമ്മേ. വേണ്ടെന്നോ? ഒരിക്കലും ഞാൻ ഈ വീട്ടിൽ നിന്ന് പണം എടുത്തു, എന്റേതാണെന്നുള്ള അവകാശത്തോടെ. ഓർമ്മയുണ്ടോ അമ്മയ്ക്കത്? കഷായത്തില് വിഷം ചേർത്ത് കൊടുത്ത് കാമുകനെ കൊന്നെന്ന് എന്തൊക്കെയാ ഈ നാട്ടിൽ നടക്കുന്നേ? ചൊല്ലും വിളിയും കൊടുത്ത് പെമ്മക്കളെ വളർത്തുന്ന ശങ്കരേട്ടാ. അല്ലെങ്കിൽ ഇതല്ല ഇതിനപ്പുറവും നടക്കും. എത്രയായി? ഇറങ്ങുന്നില്ലേ? ഇനി അതിനകത്ത് കുത്തിയിരുന്നോ? ഇങ്ങോട്ട് ഇറങ്ങണേ, ഇങ്ങോട്ട്. അമ്മേ, സത്യമ്മ എന്തിനാ അമ്മ വിളിച്ചേ? വല്യേച്ചി എങ്ങനെ അമ്മയുടെ കൂടെ? നിന്റെ വല്യച്ചിയുടെ ഭർത്താവിന്റെ വീട്ടുകാരെ അടിച്ചു പുറത്താക്കി. അമ്മയും അമ്മാവനും മനസ്സ് തുറന്ന് മരുമകളെ സ്വീകരിച്ചു എന്ന് പറഞ്ഞല്ലേ രാജീവ് സാർ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോയത്? അതെ. സാറ് നമ്മളോട് നുണ പറഞ്ഞതാ. അമ്മയെ നോക്കാനുള്ള ഹോം നഴ്സിന്റെ വേഷമായിരുന്നു ഇവക്കവിടെ. കൂട്ടത്തിൽ വീട്ടിലെ വീഴ്പ്പലക്കലും അഴുക്ക് തുടക്കലും ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. എന്നാൽ ഒരു ദിവസം എല്ലാം നേരെയാവുമെന്ന് കരുതി ഉള്ളില് നീറ്റിൽ അടക്കുമായിരുന്നു. ഇപ്പോ എന്തുണ്ടായമ്മേ? എന്തുണ്ടായെന്നോ? മകനും മരുമകളും കൂടിയേ തങ്ങളെ കബളിപ്പിക്കുകയായിരുന്നെന്ന് വിജയലക്ഷ്മി തിരിച്ചറിഞ്ഞു. മരുമകളെന്ന് പറയാൻ വയ്യ. ഏതോ അമ്പലത്തിൽ വെച്ച് ലോകത്താരും അറിയാതെ കെട്ടിയ താലി വിജയലക്ഷ്മി അംഗീകരിക്കോ? ഒടുവിൽ 30 പവൻ പൊന്ന് നൽകാതെ ശാരദാമ്മ കബളിപ്പിച്ചു എന്നും പറഞ്ഞ് സത്യഭാമയ്ക്ക് മുന്നിൽ പരാതി. എന്നെ നിന്റെ കുഞ്ഞേച്ചി അപമാനിക്കാൻ ഒരവസരം നോക്കിയിരിക്കുന്ന സത്യഭാമ അത് വിടുവോ? എന്റെ നിന്റെ കുഞ്ഞേച്ചിയുടെ തൊലി ഉരിച്ചു. നിന്റെ കുഞ്ഞേച്ചിയുടെ വിഷ്ണുവേട്ടനെ സത്യഭാമയുടെ കയ്യിൽ നിന്ന് ഒരു അടിയും വാങ്ങിച്ചു കൊടുത്തു ഇവള്. എല്ലാം ഇവള് ഒറ്റ വ്യക്തി കാരണം നിക്കുന്ന കണ്ടില്ലേ? ശാരദാമ്മേ, അകത്ത് പോയി സംസാരിക്കാം. ആൾക്കാർ കേൾക്കുന്നു. ആൾക്കാർ കേട്ടാലെന്താ? ഇനി ആരും അറിയാനും കേൾക്കാനും ഒന്നുമില്ല. ആ കഥയൊക്കെ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചതല്ലേ രാജീവേ? നീ സാക്ഷിയായിരുന്നല്ലോ. അങ്ങനെ അങ്ങ് അവസാനിപ്പിക്കാൻ പറ്റത്തില്ലല്ലോ അമ്മാവ. അവൾ എന്റെ ഭാര്യയാണ്. ഒരു വിവാഹം കഴിച്ചിട്ടില്ലാത്ത അമ്മാവന് അത് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. എന്നാലേ ഞാനും ഒരു ഭാര്യയായിരുന്നടാ. ഭാര്യ എന്ന് പറഞ്ഞാലേ ഇരു വീട്ടുകാരുടെ സമ്മതത്തില് 4 ആളറിയെ ഒരു പുരുഷൻ കൈപിടിക്കുന്ന ബന്ധം. അല്ലാതെ ഇരുളിലും മറവിലും നിന്ന് ഒരാണും പെണ്ണും കൂടി കഴുത്തിലൊരു ചരട് കെട്ടിയാ അതിന് വാഴനാരിന്റെ ഉറപ്പേ ഉണ്ടാവൂ.
ബന്ധത്തെ ഒന്നും ഭാര്യയെന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ തമ്മിൽ ഒന്നിച്ചു കഴിഞ്ഞിട്ടൊന്നുമില്ലല്ലോ. അതുകൊണ്ട് കാൽ കാശിന് പ്രയോജനമില്ലാത്തവളെ നീ അങ്ങ് കളഞ്ഞേക്ക്. അമ്മയായിപ്പോയി, അല്ലെങ്കിൽ ഇതിനുള്ള മറുപടി ഞാൻ തന്നേനെ. എടാ അവിടെ നിക്കേ. ബാക്കി ശാരിയെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് നമുക്ക് സംസാരിക്കാം. വിഷ്ണു, എന്താ അച്ഛാ? വീൽ ചെയറിലായി പോയതുകൊണ്ട് അച്ഛൻ കല്ലോ തടിയോ പോലുള്ള വസ്തു വല്ലതും ആണെന്ന് തോന്നുന്നുണ്ടോ മോന്? അച്ഛനെന്താ ഇപ്പൊ അങ്ങനെ പറഞ്ഞേ? അല്ല, ഇവിടെ പലതും നടക്കുമ്പോ എനിക്കങ്ങനെ തോന്നാറുണ്ട്. ഇപ്പൊ നീ ജോലി അന്വേഷിച്ച് നടക്കുന്നത് തന്നെ അതുകൊണ്ടല്ലേ? അല്ല അച്ഛാ, അത് അന്നു നീ ശാലിനിക്ക് പണം എടുത്തു കൊടുക്കാൻ തുടങ്ങിയപ്പോ ഭാമ തടഞ്ഞു. ആ മുറിവ് ഉണങ്ങിയിട്ടില്ല നിന്റെ മനസ്സില്, അല്ലേ? ഏയ്, മുറിവൊന്നുമല്ല അച്ഛാ, ഒരു തിരിച്ചറിവ്, അത്രേ ഉള്ളൂ. മോനെ, ശാരികയുടെ സേവന പണത്തിന്റെ ബാക്കി ബാധ്യത തീർക്കാനാണെങ്കിൽ അച്ഛൻ തരാൻ പണം അത്രയ്ക്കൊക്കെ ഉണ്ട്. അച്ഛന്റെ പേഴ്സണൽ അക്കൗണ്ടിലുള്ള പണം. ധിക്കാരാണെന്ന് വിചാരിക്കരുത്. ഈ പണം എനിക്ക് തന്നെ ഉണ്ടാക്കണമെന്ന് ആഗ്രഹം. ചുവടെടുത്തും കൂലിപ്പണി ചെയ്തുമൊക്കെ എത്ര കാലം കൊണ്ടാ മോനെ ആ പണം? ഞാനൊന്ന് നോക്കട്ടെ അച്ഛാ. ആത്മവിശ്വാസം നല്ലതാ. 17-ാം വയസ്സിൽ ഒരു 50 രൂപയും കൊണ്ട് അങ്ങാടിയിൽ കച്ചവടത്തിനിറങ്ങിയതാ രാഘവൻ നായര്. പയ്യനായതുകൊണ്ട് പലരും പറ്റിക്കാൻ നോക്കി. വീഴുമ്പോഴെല്ലാം എഴുന്നേക്കണമെന്നൊരു വാശിയുണ്ടായിരുന്നു. ആ വാശിയുടെ മുകളിലാ നമ്മളിന്ന് ചവിട്ടി നിൽക്കുന്ന ഈ വീടടക്കം എല്ലാം ഉണ്ടായത്. അച്ഛാ, അച്ഛന് കുറച്ചിലൊന്നും ഉണ്ടാവില്ലല്ലോ ഞാൻ ജോലിക്ക് പോകുന്നതുകൊണ്ട്. ഇല്ല മോനെ, നീ എവിടെങ്കിലും കൂലിപ്പണി എടുത്തുകൊണ്ട് നിൽക്കുന്ന